എന്റെ അച്ഛൻ എന്ത് പാവാന്നറിയാവോ, എന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചോണ്ട് വരും. ആ അച്ഛനെ ഞാൻ ഇങ്ങനെ പറ്റിക്കുന്നത്. എടി നീ എന്ത് പറ്റിച്ചെന്ന് നീ പറയുന്നേ? നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എന്റെ അച്ഛൻ അറിയാവോ? അത് പറ്റിക്കുമല്ലയോ? നീ ഇപ്പൊ ഇരിക്കുന്ന എന്റെ വീട്ടിലല്ലയോ? അത് അച്ഛൻ അറിയാവോ? അത് ഞാൻ പറ്റിക്കുമല്ലയോ? ഞാൻ നിന്നെ കെട്ടത്തില്ലയോ, പിന്നെന്താ? കെട്ടിയില്ലേല അപ്പൊ കാണാം. മോളെ, അയ്യോ അച്ഛൻ, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എടോ നിന്ന് ദശമൂലം കളിക്കാതെ എവിടെങ്കിലും പോയി വിളിക്കണോ? ഒളിക്കാൻ സ്ഥലമില്ലാത്തൊരു ആളും പണി വെച്ചേക്കുന്നു. ഇതെങ്ങനെ ഉണ്ടീ? എടോ നിന്ന് പൊട്ടത്തരം കാണിക്കാതെ മുന്നോട്ട് പോകും. മിക്കവാറും നിന്റെ അച്ഛൻ കണ്ടാ ഞാൻ മുന്നോട്ട് പോവേണ്ടി വരും. എടോ അതല്ല, മുകളത്തെ മുറി പോയിരിക്കാൻ. മോളെന്താ വീർത്തിരിക്കുന്നേ? അത് പിന്നെ ചൂടൊക്കെയല്ലേ അച്ഛ. അല്ല അച്ഛൻ എന്താ നേരത്തെ? നേരത്തെയോ? സമയം 5:30 മോളെ. 5:30 കഴിഞ്ഞ് ശരിയാണല്ലോ. പിന്നെ മോളെ, മോള് പറഞ്ഞ മിൽക്കി ബാർ. അയ്യോ അച്ഛൻ, ഞാൻ മിൽക്കി ബാർ വാങ്ങിക്കാനാണോ പറഞ്ഞേ? അല്ലേ? അല്ല, ഞാൻ ഡയറി മിൽക്ക് മേടിക്കാനല്ലയോ പറഞ്ഞേ. എനിക്ക് നാളെ ഡയറി മിൽക്ക് മേടിക്കാം. എനിക്ക് ഇപ്പൊ ഡയറി മിൽക്ക് വേണം. എനിക്ക് മിൽക്കി ബാർ വേണ്ട, എനിക്ക് ഡയറി മിൽക്ക് മാറ്റിയേ. കരയണ്ട മോളെ, കരയണ്ട. അച്ഛൻ ഇപ്പൊ പോയി മേടിച്ചോണ്ട് വരാം. മോളെ, ആരാ നീ? ഞാൻ ഫാൻറ്റം കമ്പനിയിൽ നിന്ന് വരുവാ. ഫാൻറ്റമോ? അതെ, കേരളത്തിലെ എല്ലാ വീടുകളിലും കയറി ഫാൻ ചെക്ക് ചെയ്ത് കേടായ ഫാനൊക്കെ ശരിയായി കൊടുക്കും. ഭാഗ്യവശാൽ നിങ്ങളുടെ ഫാൻ എല്ലാം കറങ്ങുന്നുണ്ട്. ഞാൻ പോട്ടെ. മോളെ, ഈ ഡയറി മിൽക്ക് ചെക്ക് എന്ന കസവാണ്. എന്തോ അച്ഛാ? അല്ല, അങ്ങനെ ഏതാണ്ടുണ്ടല്ലോ. സിൽക്ക് 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 ഫാൻറ്റം.